എനിക്ക് ആദ്യമേ ഫസ്റ്റ് ഫീൽ ചെയ്തത് ഈ സോ കോൾഡ് ഒരു പ്രകൃതി പടം അല്ലെ ആർട്ട് മൂവി എന്നുള്ള രീതിയിലാണ് തോന്നിയത്. പക്ഷേ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പം കുറച്ച് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ഉള്ള മൂവി ആയിട്ട് തോന്നി. അപ്പൊ പ്രേക്ഷകൻ എന്ത് പ്രതീക്ഷിച്ചാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുന്നത്? ശ്രദ്ധിച്ചോ, സോ കോൾഡ് പ്രകൃതി പടം. ഈ സോ കോൾഡ് പ്രകൃതി പടം എന്ന് പറയുന്ന ടേം നിങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് എത്ര കാലമായി? അതിനു മുമ്പ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ OTT-യിൽ നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത്? മോശമല്ലേ? അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിന് പ്രകൃതി പടവും വികൃതി പടവും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരേപോലത്തെ അല്ലെങ്കിൽ സിമിലർ പാറ്റേണുള്ള കുറേ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ബോറടിക്കും. ഇനി കുറച്ചു കാലം വേറെ തരം സിനിമ കാണാം എന്ന് നമുക്ക് തോന്നും. ഇതും ബോറടിക്കും. എഴുതി വെച്ചോ, പ്രകൃതി പടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും, അന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്യും. അല്ല, ഇതിന്റെ ടീസർ കണ്ടപ്പോൾ കുറച്ച് കൊമേഴ്ഷ്യൽ നിങ്ങൾ ഈ പറഞ്ഞത് റിയലിസ്റ്റിക് സിനിമകളല്ലേ പ്രകൃതി പടങ്ങൾ എന്ന് പറഞ്ഞത്? റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട്, അല്ലെങ്കിൽ മാസ് മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട്. റിയലിസ്റ്റിക്കിനേക്കാളും ഉപരി എലിവേറ്റഡ് ആർട്ടിസ്ട്രി ആ ഒരു ഫോമിലാണ് പല സിനിമകളും ഈ പറയുന്ന പ്രകൃതി പടം. അങ്ങനെ സിനിമകൾ മാത്രമാണോ പ്രകൃതി പടങ്ങൾ വിളിച്ചിട്ടുള്ളത്? ഒരു പടം ഒരു ഇച്ചിരി സ്ലോ ആയാലും കളക്ടറോടൊന്നും ഇച്ചിരി താഴെ പോയാലും ഒരു ഇച്ചിരി സമയം എടുത്ത് കഥ പറഞ്ഞാലും ഇവിടെ അതിൽ പ്രകൃതി പടം എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആ പറയുന്ന സോക്കോൾഡ് പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോക്കോൾഡ് പ്രകൃതി പടം എന്നതിനെ പറയില്ല. നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മോശമല്ലേ? ഒരിക്കലും അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നീട് അതിനെ തള്ളി പറയുന്നത് മോശമല്ലേ? ശരിയാണ്, അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പോൾ ഡിമാൻഡില്ല. ഡിമാൻഡ് ഉള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ, ഇനിയും വരും. അങ്ങനെയല്ലേ എല്ലാവരും 10-20 കൊല്ലം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ നാട്ടിൻപുറ കഥകളൊക്കെ കുറേ ഉണ്ടായിട്ട് പിന്നെ കുറേ നാൾ ബോംബെ പോയിട്ട് ഇടികൂടി അത് കഴിഞ്ഞ് കുറേ അങ്ങനെ പലതരം സിനിമകൾ തന്നെ പാറ്റേൺ പോലെ വന്നു പോയില്ലേ? അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രമേ തള്ളി പറയേണ്ട കാര്യമൊന്നും തോന്നില്ല. നിങ്ങൾ എല്ലാ തരം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും നിങ്ങൾക്ക് വേർതിരിച്ച് പറയാം. അല്ലാത്ത എല്ലാ സിനിമയാണ്. അത് പ്രകൃതിയാണോ വികൃതിയാണോ മാസാണോ ആക്ഷനാണോ ഹൊററാണോ ഒന്നും നോക്കണ്ട. നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയാൽ മതി. എല്ലാത്തിനും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തിനോട് ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാനല്ലല്ലോ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർ ചെയ്തോണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴാണ് അത് ഓവർ ഹൈപ്പ് ആവുന്നത്? അത് ഹൈപ്പ് എങ്ങനെയാണ് ഓവർ ഹൈപ്പ് ആവുന്നത്? എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഓവർ എക്സ്പെക്ടേഷൻ ആവുന്നത്? നമ്മൾ മുന്നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റുകൾ തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതേ സിനിമ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അത് ഓവർ ഹൈപ്പോ ഓവർ എക്സ്പെക്ടേഷനോ ആവുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം എന്ന് തുറന്ന മനസ്സോടെ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇങ്ങനെ പറയുന്നത്. ഇത്തരം പേടിയുണ്ടോ? ഇങ്ങനെ ഇത്തരം സ്ക്രിപ്റ്റുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ? എനിക്ക് അങ്ങനെ ആരും പേടിയൊന്നുമില്ല. അപ്പൊ ഇത്തരം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ വന്നാൽ അഭിനയിക്കുന്ന ഒരു ആരെങ്കിലും ആ മുഖത്തേക്ക് കൂടെ വെക്കാമോ? കാരണം എല്ലാവരും ഒരു സൈഡ് മാത്രം കാണും. വെച്ചില്ലേ? ചോദിക്കും. അല്ല, അത്തരം അഭിനേതാവാണോ അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു പടത്തിൽ വില്ലന്വേഷം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അയാൾ വൃത്തികെട്ടവനാണെന്ന് വിചാരിക്കുക, അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളോ ഡയലോഗുകളോ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ, എക്സ്ക്ലൂസീവായോ, ചില്ലിയോ? അല്ല, ട്രാക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ നിർത്തിയത് ഞാൻ എന്ന് നിർത്തി? നിങ്ങൾ കാണാൻ കിടക്കടയിലുള്ളൂ, നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ? മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയും, മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റം. ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം വന്നാലല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. നാളെ തന്നെ വേണോ? ഞാൻ പറഞ്ഞൊരു കഥ കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമയായിട്ട് ഒരു പ്രൊജക്ട് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആലോചനകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.